വീരപ്പന്റെ മകൾ വിദ്യാറാണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് നാം തമിഴർ കക്ഷി എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. 2020 BJP-യിലൂടെയാണ് അഭിഭാഷകയായ വിദ്യ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. പാർട്ടിയുടെ യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് രാജിവെച്ച് NDK-യിൽ ചേരുന്നത്. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും 40 സീറ്റുകളിലാണ് NDK മത്സരിക്കുന്നത്. ഇതിൽ വിദ്യ അടക്കം 20 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരത്തിനായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. കൃഷ്ണഗിരിയിൽ സ്വന്തമായി സ്കൂൾ നടത്തുന്ന വിദ്യാറാണിക്ക് പ്രദേശവാസികളുടെ ഇടയിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. നടനും സിനിമാ സംവിധായകനുമായ സീമനാണ് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ വിദ്യാറാണിയുടെ പേര് പ്രഖ്യാപിച്ചത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ വിദ്യാറാണി തന്റെ പിതാവായ വീരപ്പനെ കണ്ടിട്ടുള്ളൂ. എങ്കിലും വീരപ്പനാണ് തന്റെ ജീവിതത്തിന് നേർവഴി കാണിച്ചിട്ടുള്ളതെന്ന് അഭിഭാഷകയും രാഷ്ട്രീയ പ്രവർത്തകയുമായ വിദ്യാറാണി വിശ്വസിക്കുന്നു. വിദ്യ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിതാവ് വീരപ്പനെ കാണുന്നത്. തമിഴ്നാട് കർണാടക അതിർത്തിയിലെ തന്റെ അപ്പൂപ്പന്റെ വസതിയിൽ വെച്ചാണ് വീരപ്പനെ കാണുന്നതും സംസാരിക്കുന്നതും. തന്റെ ആദ്യത്തെയും അവസാനത്തെയും കൂടിക്കാഴ്ചയായിരുന്നു അതെന്ന് വിദ്യ അനുസ്മരിക്കുന്നു. ഞങ്ങൾ 30 മിനിറ്റ് നേരം സംസാരിച്ചു. ആ കൂടിക്കാഴ്ച ഇപ്പോഴും തന്റെ മനസ്സിൽ മായാതെ കിടക്കുകയാണ്. തന്നെ ചേർത്ത് നിർത്തി വീരപ്പൻ പറഞ്ഞത് ജനങ്ങളെ സേവിക്കണമെന്നാണ്. ആ കൂടിക്കാഴ്ച തന്നെയാണ് തന്നെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന് വിദ്യ വീരപ്പനെ ഓർത്തെടുക്കുന്നു. നാം തമിഴർ കക്ഷി പാർട്ടിയുടെ നേതാവ് സീമന്റെ രാഷ്ട്രീയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. 2016 പാർട്ടി നേരിട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ 1.1% NDK-യുടെ വോട്ട് വിഹിതം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും വോട്ട് വിഹിതം 4%, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും 6.7% വോട്ട് വിഹിതം ഉയർന്നു. വിദ്യയുടെ മാതാവും മുത്തുലക്ഷ്മിയും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാണ്. 2004 ഒക്ടോബർ 18 തമിഴ്നാട് ടാസ്ക് ഫോഴ്സുമായി ഏറ്റുമുട്ടി വീരപ്പൻ കൊല്ലപ്പെടുന്നത്. ആനവേട്ട, ചന്ദനക്കള്ളക്കടത്ത്, രാജ്കുമാർ പോലെയുള്ള ഉന്നതരെ തട്ടിക്കൊണ്ടുപോകൽ, ഏറ്റുമുട്ടലിൽ പോലീസുകാരെ വധിച്ചു തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് വീരപ്പന്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സത്യമംഗലം വനമേഖലയിലാണ് വീരപ്പൻ കഴിഞ്ഞിരുന്നത്. മകൾ വിദ്യാറാണി വീരപ്പൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്ത് വന്നതോടെ വീരപ്പനും സജീവ ചർച്ചയായി മാറിയിരിക്കുന്നു.